തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരു സന്ധ്യാസമയത്ത് വികാരിയച്ഛന് ഇടവകയിലെ ഒരു വീട്ടിൽ നിന്ന് ഫോൺ വന്നു. അച്ഛൻ ഫോൺ എടുത്തു. അപ്പോൾ ഫോണിൽ മറുവശത്ത് നിന്ന് വന്ന സ്വരം ഇതായിരുന്നു: അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ ചാച്ചൻ അസുഖമായി കിടക്കുകയാണ്. അച്ഛൻ നാളെ വന്ന് വിശുദ്ധ കുർബാന കൊടുക്കുകയും കുമ്പസാരം കേൾക്കുകയും ചെയ്യാമോ? വികാരിയച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ കുർബാന കഴിഞ്ഞ് വരാമെന്ന്. അച്ഛൻ രാവിലെ തന്നെ കുർബാന കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. രോഗിയായ അപ്പച്ചൻ്റെ റൂമിലേക്ക് ചെന്നു. അച്ഛൻ അപ്പച്ചൻ്റെ കുമ്പസാരം കേട്ടു, വിശുദ്ധ കുർബാന കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അച്ഛൻ ആ ചാച്ചൻ കിടക്കുന്ന കട്ടിലിൻ്റെ മറുവശത്ത് ഒരു കസേര ഇരിക്കുന്നത് കണ്ട് അച്ഛൻ ആ ചാച്ചനോട് ചോദിച്ചു, ചാച്ചൻ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കസേര അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അച്ഛാ, ആ കസേരയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. അപ്പോൾ വികാരിയച്ഛന് ആകാംക്ഷ തോന്നി, കസേരയുടെ പിന്നിൽ എന്ത് കഥ? അച്ഛൻ ചോദിച്ചു, എന്താണത്? അപ്പോൾ ആ ചാച്ചൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല, അച്ഛനോടാണ് ആദ്യമായിട്ട് പറയുന്നത്. എന്നിട്ട് ആ ചാച്ചൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു യുവാവായിരുന്നപ്പോൾ, 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരിക്കൽ അന്നത്തെ പള്ളിയിലെ അച്ഛൻ പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അച്ഛൻ്റെ ടോക്കിൽ ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥന വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രാർത്ഥന ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ സംഭാഷണമാണ്. അതിൽ നിന്ന് അച്ഛനൊരു ചെറിയൊരു പോംവഴി പറഞ്ഞു തന്നു. അച്ഛൻ പറഞ്ഞു തന്ന വഴി ഇതായിരുന്നു: പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു കസേര എടുത്തിടുക, എന്നിട്ട് നമ്മളതിലിരിക്കുക, വീണ്ടും മുമ്പിൽ വേറൊരു കസേരയും കൂടി ഇടുക. ആ കസേരയിലേക്ക് സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഈശോയെ ക്ഷണിക്കുക. നമ്മൾ ക്ഷണിച്ചാൽ ഉറപ്പായിട്ടും ഈശോ അവിടെ വരും. നമ്മൾ വിശ്വാസത്തോടെ വിളിച്ചാൽ ഈശോ വരും. അങ്ങനെ ആ കസേരയിൽ ഈശോ വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുക. എന്നിട്ട് ഈശോയുടെ നമ്മുടെ ഉള്ളിലെ വേദനകളും നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും ഒക്കെ പറയുക. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഈശോയുമായിട്ട് പങ്കുവയ്ക്കുക. അത് കഴിഞ്ഞ് ഈശോ നമ്മളോട് സംസാരിക്കും. വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കും. ആ ഈശോയെ ശ്രവിക്കുക. ഞാൻ അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ റൂമിൽ കയറി വാതിലടച്ച് ഞാനൊരു കസേരയിൽ ഇരുന്നു. മുമ്പിലൊരു കസേര എടുത്തിട്ടു. അങ്ങനെ ഈശോയെ വിളിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് വലിയൊരു അനുഭവമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ഞാനത് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ 20-25 വർഷമായിട്ട് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ ഈശോയെ ഈ കസേരയിലേക്ക് വിളിക്കും, ഈശോ വന്നിരിക്കും. ഇന്ന് എനിക്ക് എണീറ്റ് നടക്കത്തില്ല, ഞാൻ ഈ കട്ടിലേക്ക് കിടക്കുകയാണ്, പക്ഷേ ഈ കസേര ഈശോ വന്നിരിക്കുന്ന കസേരയാണ്. അച്ഛാ, ഞാൻ വിളിക്കുമ്പോൾ ഈശോ ഈ കസേരയിൽ വന്നിരിക്കും. ഞാൻ എല്ലാ ദിവസവും ഈശോയോട് കുറേ നേരം സംസാരിക്കും. വികാരിയച്ഛൻ ഇത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കഴിഞ്ഞ 20-25 വർഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ചാച്ചനെ കണ്ടപ്പോൾ അച്ഛന് ഒത്തിരി സന്തോഷം തോന്നി. അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ദേവാലയത്തിലേക്ക് തിരിച്ചുപോയി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ രാവിലെ എണീറ്റ് കുർബാനയ്ക്കായിട്ട് ഒരുങ്ങിയപ്പോൾ വീണ്ടും അച്ഛൻ്റെ ഫോൺ അടിച്ചു. അച്ഛൻ ഫോൺ എടുത്തപ്പോൾ അതേ വീട്ടിൽ നിന്നുള്ള ഫോൺ കോളാണ്. ആ വീട്ടിലെ മകനാണ് വിളിക്കുന്നത്. അച്ഛനോട് ഫോണിലൂടെ മകൻ പറഞ്ഞു, അച്ഛാ, ഇന്ന് രാവിലെ ഞങ്ങൾ ചാച്ചൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ ചാച്ചൻ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്.
ഇന്നലെ രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ചാച്ചൻ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ചാച്ചൻ വലിയ സന്തോഷത്തിലായിരുന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾ ചെന്നപ്പോൾ ചാച്ചൻ മരിച്ചു കിടക്കുകയാണ്. പക്ഷേ ചാച്ചൻ്റെ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചാച്ചൻ്റെ റൂമിൽ ചാച്ചൻ്റെ കട്ടിലിൻ്റെ വലതുവശത്ത് എപ്പോഴും ഒരു കസേരയുണ്ടായിരുന്നു. ഞങ്ങളെ ഒന്നും ഒരിക്കലും ആ കസേരയെ തൊടാൻ പോലും ചാച്ചൻ അനുവദിക്കില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ചാച്ചൻ റൂമിൽ ചെന്നപ്പോൾ ചാച്ചൻ മരിച്ചു കിടക്കുന്നത് ആ കസേരയിലേക്ക് തല വെച്ചുകൊണ്ടാണ് ചാച്ചൻ മരിച്ചു കിടക്കുന്നത്. കട്ടിലിൽ നിന്നും തല മാറ്റി ആ കസേരയിൽ തല വെച്ചാണ് ചാച്ചൻ മരിച്ചു കിടക്കുന്നത്. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് അച്ഛാ. വികാരിയച്ഛൻ ആ മകനോട് പറഞ്ഞു, മോനെ, നിങ്ങളുടെ ചാച്ചനാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട മരണം ലഭിച്ചത്. കാരണം ആ കസേര ഈശോ വന്നിരിക്കുന്ന കസേരയായിരുന്നു. നിങ്ങളുടെ ചാച്ചൻ ഈശോയുടെ മടിയിൽ തല വെച്ചുകൊണ്ടാണ് മരിച്ചത്. അതിൽ വലിയ ഭാഗ്യപ്പെട്ട മരണം എന്താണ്? ഈശോയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് മരിക്കുവാൻ നിങ്ങളുടെ ചാച്ചന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരു ദിവസം മരിക്കും. ഈ ലോകത്തിനോട് വിട പറയേണ്ടവരാണ് നമ്മളും. അന്ന് നമുക്കും ഈശോയെപ്പോലെ പറയാൻ സാധിക്കുമോ, ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കും? നമുക്കും ആ അപ്പച്ചനെ പോലെ നമ്മുടെ കർത്താവിൻ്റെ മടിയിൽ തല ചായച്ചുകൊണ്ട് മരിക്കുവാൻ സാധിക്കുമോ? അത് വേണമെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയുമായിട്ട് ഒരു വ്യക്തിബന്ധം നമുക്കുണ്ടാകണം. പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ഈശോയുമായിട്ട് ഒരു വ്യക്തിബന്ധമുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ മരണസമയത്ത് ഈശോയുടെ മടിയിൽ തല ചായച്ച് മരിക്കുവാൻ സാധിക്കും. നമുക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിത്തീരാം. പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥന ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധമാണെന്ന ബോധ്യത്തിലേക്ക് വളർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി നമുക്ക് തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.